പുകയില മനുഷ്യനെ കാർന്നു തിന്നുന്ന വലിയ വിപത്തായി മാറിയിരിക്കുന്നു. പുകയില ഉപയോഗത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത ലോകം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പുകയില വിരുദ്ധ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. പുകയില ഉപയോഗം വഴി ഒരു വർഷം ലോകത്ത് ശരാശരി 8 ദശലക്ഷം പേർ മരിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1987 ലോകാരോഗ്യ സംഘടന പുകയില ഉപയോഗ നിയന്ത്രണത്തിനായി ഒരു ആഗോള ആചരണ ദിനം രൂപീകരിക്കുന്നതിനുള്ള പ്രമേയം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 1988 മെയ് 31 ആദ്യമായി ലോക പുകയില വിരുദ്ധ ദിനം ആരംഭിച്ചത്. പുകയില മൂലം നിരവധി രോഗങ്ങളാണ് പിടിപെടുക. ശ്വാസകോശ അർബുദം, ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ മറ്റസുഖങ്ങൾ എന്നിവ പിടിപെടുന്നതിന് പ്രധാന കാരണം പുകയിലയാണ്. സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന 4000-ലധികം വരുന്ന രാസവസ്തുക്കൾ ഒരുപോലെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇവയിൽ 69 എണ്ണം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പുകവലിക്കുന്നവർ മാത്രമല്ല, അവർക്കൊപ്പമുള്ളവർ കൂടിയാണ്. ഇന്ത്യയിലെ യുവാക്കളിൽ 40% പേർ ഇത്തരം നിഷ്ക്രിയ പുകവലിക്ക് ഇരയാകേണ്ടി വരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഭക്ഷണമാണ് വേണ്ടത്, പുകയിലയല്ല എന്നതാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ സന്ദേശം. പുകയിലയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് കൂടിയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. പുകഞ്ഞു തീരുന്ന സമൂഹ മനസാക്ഷിയെ ഉണർത്തിയെടുക്കാൻ യുവജനതയുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറായ പുകയില ഉപയോഗത്തെ അകറ്റി നിർത്തുകയാണ് വേണ്ടത്. പരസ്യമായ പുകവലി നിരോധനവുമായി നമ്മുടെ സർക്കാരുകൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലും സ്ത്രീകൾക്കിടയിൽ വരെ പുകവലി വർദ്ധിക്കുന്നതായാണ് പഠനം. പാൻപര, ഗുഡ്ക പോലെയുള്ള ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കൗമാരക്കാരുടെ എണ്ണവും വർദ്ധിച്ചതായാണ് ആരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണം. പുകവലി ആരോഗ്യത്തിന് ഹാനികരണം എന്ന പരസ്യത്തിലെ ഓരോ വാചകവും മലയാളിക്ക് കാണാപാഠം തന്നെയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും മലയാളിക്ക് പുകയിലോടുള്ള ആസക്തി വലിയ അളവിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അപകട സാധ്യതയില്ലെന്ന പരസ്യങ്ങളോടെയാണ് സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള സിഗരറ്റ് ബ്രാൻഡുകൾ വിപണി കീഴടക്കിയിരിക്കുന്നത്. സ്ത്രീകളിലെ ശ്വാസകോശ അർബുദ നിരക്കിലെ വർധനയ്ക്കുള്ള ഒരു കാരണം പുകവലി തന്നെയാണ്. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപകടം തന്നെയാണ് ഗർഭിണികൾ അവയിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നതും. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതോടെ പാൻപര, ഗുഡ്ക എന്നിങ്ങനെയുള്ള ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളും കേരളത്തിൽ സുലഭമാണ്. ചെറുപ്പക്കാർക്കിടയിൽ വായിൽ അർബുദം ബാധിക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. സുസ്ഥിര വികസന അജണ്ടയിൽ പുകയില നിയന്ത്രണവും നിർമ്മാർജ്ജനവും രാജ്യങ്ങൾ ലക്ഷ്യമിടുന്ന അഭ്യർത്ഥനയോടെയാണ് ലോകാരോഗ്യ സംഘടന പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നത്.